വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഹിന്ദി സിനിമയായ കിൽ മൂവിയുടെ കഥ മലയാളത്തിൽ ആ സിനിമയുടെ ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെ ചുരുക്കി വിവരിക്കുകയാണ് ഈ വീഡിയോയിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയറും ചെയ്യാം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങളുടെ ആ യൂട്യൂബിൻ്റെ ഹോം സ്ക്രീനിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 1995 യഥാർത്ഥത്തിൽ നടന്ന താൻ അനുഭവിച്ച ഒരു ട്രെയിൻ കവർച്ചയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സിനിമയുടെ ഡയറക്ടറും റൈറ്ററുമായ നിഖിൽ നാഗേഷ് ഭട്ട് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ ഹീറോ ആയിട്ട് ലക്ഷ്യ എന്ന നടനാണ് അഭിനയിച്ചിരിക്കുന്നത്. ക്യാരക്ടർ നെയിം അമൃത് റാത്തോഡാണ്. റാത്തോഡായിട്ട് ലക്ഷ്യ ഗംഭീര പ്രകടനം തന്നെ ഈ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ഇതിൽ വില്ലന്മാരുടെ തലവനായി ആശിഷ് വിദ്യാർത്ഥിയാണ് അഭിനയിച്ചിരിക്കുന്നത്. ക്യാരക്ടർ നെയിം ബെനിയാണ്. പക്ഷേ ബെനിയുടെ മകനായി ഇതിൽ ക്യാരക്ടറായി വരുന്ന ഫനിയാണ് ഈ സിനിമയിൽ യഥാർത്ഥ വില്ലൻ. ആ വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് രാഘവ് ജുയാലാണ്. രാഘവ് ജുയാൽ വില്ലനായിട്ട് ഇതിൽ തകർത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ നായിക കഥാപാത്രമായ തൂലികയായിട്ട് തന്യ മണിത്തലയാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. ആർമിയിൽ കമാൻഡോസായ അമൃത് റാത്തോഡും വീരേഷ് ചേതുവാളും ഫ്രണ്ട്സാണ്. അവർ വർക്ക് കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ റാത്തോഡിന്റെ കാമുകിയായ തൂലിക തനിക്ക് വേറൊരാളുമായി വിവാഹ നിശ്ചയം ചെയ്യാൻ പോകുന്നു, പെട്ടെന്ന് വാ എന്ന് ഫോണിൽ മെസ്സേജ് അയച്ചിരിക്കുന്നത് റാത്തോഡ് കാണുന്നു. അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരാനായി റാത്തോഡും വീരേഷും പ്ലാൻ ചെയ്ത് തൂലികയുടെ എൻഗേജ്മെന്റ് നടക്കുന്നിടത്തേക്ക് പോകുന്നു. എൻഗേജ്മെന്റിന് മുമ്പായി തൂലികയുടെ സഹോദരി എന്തിന് നീ എൻഗേജ്മെന്റിന് സമ്മതിച്ചെന്ന് ചോദിച്ചപ്പോൾ തൂലികയുടെ മറുപടി ഇതായിരുന്നു: എനിക്ക് ആരുടെ കൂടെ എൻഗേജ്മെന്റ് നടന്നാലും എന്നെ വിവാഹം കഴിക്കാൻ പോകുന്നത് അമൃത് തന്നെ ആയിരിക്കും. അങ്ങനെ നിശ്ചയം കഴിഞ്ഞു. അപ്പോഴേക്കും റാത്തോഡും അവിടെ എത്തി അവളെ കൂടെ വരാൻ വിളിക്കുന്നു. പക്ഷേ തൻ്റെ അച്ഛനും കൂട്ടരും തോക്കുമായി അവിടെയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ പോയാൽ നമ്മൾ രണ്ടുപേരെയും കൊല്ലും, എനിക്ക് മരിക്കുകയല്ല, നിന്റെ ഒപ്പം ജീവിക്കുകയാണ് വേണ്ടത് എന്നവൾ പറയുന്നു. അങ്ങനെ നായകൻ അവിടെ നിന്ന് മടങ്ങുന്നു. പിന്നീട് തൂലിക ഞങ്ങൾ ട്രെയിനിൽ ഡൽഹിയിലേക്ക് വരുന്നുണ്ട്, ഡൽഹിയിലേക്ക് വാ, അവിടെ നിന്ന് കാണാമെന്ന് റാത്തോഡിന് മെസ്സേജ് അയക്കുന്നു. ഇനിയാണ് യാദൃശ്ചികമായി സംഭവബഹുലമായ കാര്യങ്ങൾ ട്രെയിനിൽ വെച്ച് നടക്കുന്നത്. സിനിമയിലെ വില്ലന്മാരുടെ നേതാവ് ബെനി എന്ന ക്യാരക്ടർ നെയിമുള്ള ആശിഷ് വിദ്യാർത്ഥിയാണെങ്കിലും അവരുടെ മകനായ ഫനി എന്ന ഇവനാണ് ഇതിലെ ക്രൂരനായ വില്ലൻ. കക്ഷി വില്ലൻ റോളിൽ ഇതിൽ മിന്നിയിട്ടുണ്ട്. തൂലിക യാത്ര ചെയ്യാൻ പോകുന്ന ട്രെയിനിൽ മോഷണം നടത്താൻ ബെനി തൻ്റെ 40 പേരോളം വരുന്ന കൂട്ടാളികളുമൊത്ത് ഒരു മാസ്റ്റർ പ്ലാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന് പുറപ്പെടാനായി തൻ്റെ മകൻ ഫണിയെ ബെനി ഫോണിൽ വിളിക്കുന്നു. അങ്ങനെ ഫണിയും കൂട്ടാളികളും ആ ട്രെയിനിൽ കയറുന്നു. പക്ഷെ അപ്പോഴും ബെനി ആ ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ യാദൃച്ഛികമായി തൂലികയെ ഫണി കാണുന്നു. അവളെ അവന് വളരെ ഇഷ്ടമാകുന്നു. ഇതിനിടയിൽ നായകൻ റാത്തോഡും ട്രെയിനിലെത്തി തൂലികയെ കാണുന്നു. റാത്തോഡ് അവൾക്ക് ഒരു മോതിരം സമ്മാനിക്കുന്നു. അപ്പോഴേക്കും ഫണിയും കൂട്ടാളികളും വാട്സപ്പ് മെസ്സേജിലൂടെ മോഷണത്തിന് തയ്യാറെടുക്കുന്നു. അതിന് തടസ്സമാകാൻ സാധ്യതയുള്ള ട്രെയിൻ പോലീസിനെ ഫണി ക്രൂരമായി കൊല്ലുന്നു. ട്രെയിൻ യാത്രികരുടെ മൊബൈൽ നെറ്റ് കണക്ഷൻ ജാമർ ഉപയോഗിച്ച് വില്ലന്മാർ തടയുന്നു. അങ്ങനെ സിഗ്നൽ തടഞ്ഞ ശേഷം യാത്രക്കാരുടെ പണവും ഫോണുകളുമെല്ലാം ഭീഷണിപ്പെടുത്തി കൊള്ളയടിക്കുന്നു. അതിനെ എതിർക്കുന്നവരെയെല്ലാം കൊല്ലുന്നു. ആ സമയത്ത് ഫണി തൂലികയെയും അവളുടെ അച്ഛനെയും കാണുന്നു. അച്ഛൻ വലിയ സമ്പന്നനാണെന്നറിഞ്ഞ ഫണി അയാളെ കിഡ്നാപ്പ് ചെയ്യാൻ തീരുമാനിക്കുന്നു. ഈ സമയത്ത് റാത്തോഡിൻ്റെയും വീരേഷിൻ്റെയും ഫോണും പണവും വില്ലന്മാർ അപഹരിക്കുന്നു. അവരെ അറ്റാക്ക് ചെയ്യാൻ റാത്തോഡും വീരേഷും പുറപ്പെടുന്നു. മൽപ്പിടുത്തത്തിൽ വില്ലൻ ഫണിയുടെ ചിറ്റപ്പനെ വീരേഷ് കൊല്ലുന്നു. ഇതിൽ കുപിതരായ മോഷണ സംഘം മോഷണം കഴിഞ്ഞ് ട്രെയിനിൽ നിന്ന് ഇറങ്ങാനുള്ള പ്ലാൻ മാറ്റി റാത്തോഡിനെയും വീരേഷിനെയും കൊല്ലാൻ തീരുമാനിക്കുന്നു. അങ്ങനെ വീരേഷിനെ അവർ പിടിക്കുന്നു. ഒപ്പം ബെനി അഥവാ ആശിഷ് വിദ്യാർത്ഥിയെ അയാളുടെ സഹോദരൻ മരണപ്പെട്ട വിവരം ഫോണിലൂടെ മോഷണ സംഘം അറിയിക്കുന്നു. അങ്ങനെ ബെനി ട്രെയിൻ നിർത്തി തൻ്റെ കൂട്ടാളികളുടെ അടുത്തെത്തുന്നു. വീരേഷിനെ കൊല്ലാൻ തുനിയുന്ന ബെനിയെ മകൻ ഫണി തടയുന്നു. കാരണം തങ്ങളുടെ ഇടയിലുള്ള രവിയെ റാത്തോഡിൽ നിന്ന് മോചിപ്പിക്കാൻ ഇവൻ ആവശ്യമാണെന്ന് പറയുന്നു. അങ്ങനെ രവിയെ അവർ തേടുന്നു. റാത്തോഡ് തൂലികയ്ക്ക് സേഫ്റ്റിക്ക് കയ്യിൽ കരുതാൻ ഒരു കത്തി കൊടുക്കുന്നു. എന്നിട്ട് അവളുടെ അനുജത്തിയെ തേടി അടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് പോകുന്നു. അവിടെ വെച്ച് റാത്തോഡ് പിടിക്കപ്പെടുന്നു. തൂലികയുടെയും റാത്തോഡിൻ്റെയും പ്രണയം മനസ്സിലായ പിതാവ് ബൽദേവ് സിംഗ് എന്തിനത് മറച്ചു വെച്ചെന്ന് തൂലികയോട് ചോദിക്കുന്നു. പറഞ്ഞിരുന്നാലും നിങ്ങൾ ഞങ്ങളുടെ വിവാഹം സമ്മതിക്കില്ലെന്ന് തൂലിക പിതാവിനോട് പറയുന്നു. ഈ സമയം വീരേഷ് വില്ലന്മാരോട് പൊരുതുന്നു. അവനെ സഹായിക്കാനെത്തിയ പാസഞ്ചറായ ഒരു ബാലനെ സിദ്ധി എന്ന വില്ലൻ കൊല്ലുന്നു. വീരേഷിനെ കണ്ട റാത്തോഡും വീണ്ടും വില്ലന്മാരെ ആക്രമിക്കുന്നു. അതിനിടയിൽ ഫണി കൂട്ടാളി രവിയെ രക്ഷിക്കാനെത്തുന്നു. രവിക്ക് കാവൽ നിന്ന തൂലികയെ പിടിക്കാൻ ഫണി അടുത്തു വന്നപ്പോൾ തൂലിക അവനെ വെട്ടി പരിക്കേൽപ്പിക്കുന്നു. അതിൽ കുപിതനായ ഫണി തൂലികയെ റാത്തോഡിന്റെ കൺമുന്നിൽ വെച്ച് ക്രൂരമായി കുത്തിക്കൊല്ലുന്നു. എന്നിട്ട് ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് എറിയുന്നു. അതോടെ നമ്മുടെ ഹീറോയുടെ ഉള്ളിലുള്ള മൃഗസ്വഭാവം പുറത്തു വരുന്നു.
കയ്യിൽ കിട്ടിയ വില്ലന്മാരെയെല്ലാം റാത്തോഡ് ഭയാനകമായ രീതിയിൽ കൊല്ലുന്നു. ഈ സമയത്ത് ട്രെയിനിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ബെനിയോട് വില്ലന്മാർ പറയുന്നു. പക്ഷെ തൂലികയെ ഫണി കൊന്നതിനാൽ നമ്മൾ ട്രെയിനിൽ നിന്ന് രക്ഷപ്പെട്ടാലും അവളുടെ അച്ഛൻ നമ്മെ പിന്നീട് കൊല്ലും, അതിനാൽ അവരെയൊക്കെ കൊന്നിട്ട് ട്രെയിനിൽ നിന്ന് ഇറങ്ങാവൂ എന്ന് ബെനി തീരുമാനിക്കുന്നു. പക്ഷെ തൂലികയുടെ അച്ഛനെ കൊല്ലുന്നതിന് മുമ്പ് സമ്പന്നനായ അയാളിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ കൂട്ടാളികളുടെ കുടുംബത്തിന് പണം മേടിച്ചു കൊടുക്കണമെന്ന് ഫണി ബെനിയോട് പറയുന്നു. അതിനുശേഷം ആ കുടുംബത്തെ മൊത്തം കൊന്നുകളയാമെന്ന് തീരുമാനിക്കുന്നു. മോഷണ സംഘത്തിൽ മല്ലനെ പോലെയുള്ള സിദ്ധി എന്നൊരു വില്ലനും ഉണ്ട്. ഈ നടന്റെ യഥാർത്ഥ പേര് പാർത്ത് തിവാരിയാണ്. സിനിമയിലെ പാസഞ്ചർ ബാലനെ കൊന്നത് സിദ്ധിയാണ്. സിദ്ധിയുടെ അച്ഛനെ റാത്തോഡ് കൊല്ലുന്നു. റാത്തോഡിനെ കൊല്ലാൻ സിദ്ധി അവനോട് ഏറ്റുമുട്ടുന്നു. അപ്പോൾ റാത്തോഡിനെ സഹായിക്കാൻ നേരത്തെ അവന്റെ കൂടെ കൂടിയിരുന്ന പാസഞ്ചർ ബാലന്റെ അമ്മയും സംഘവും സിദ്ധിയെ തലയ്ക്കടിച്ച് കൊല്ലുന്നു. റാത്തോഡ് വീണ്ടും കുറെ വില്ലന്മാരെ കൊല്ലുന്നു. വില്ലന്മാർ തങ്ങളിരിക്കുന്ന കമ്പാർട്ട്മെന്റിലെ ചില പാസഞ്ചേഴ്സിനോടൊപ്പം തങ്ങളുടെ ഇടയിലുള്ള ചില കൂട്ടാളികളെയും ചേർത്ത് റാത്തോടുള്ള കമ്പാർട്ട്മെന്റിലേക്ക് അയക്കുന്നു. അത് തിരിച്ചറിഞ്ഞ റാത്തോഡ് ആ കൂട്ടാളികളെ കൊല്ലുന്നു. എന്നിട്ട് തൂലികയുടെ സഹോദരി അഹാനയെ തേടി ഫണിയുടെ കമ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുന്നു. ഈ സമയത്ത് ബൽദേവ് സിംഗും കൂട്ടരും തുണി കൂട്ടി കത്തിച്ച് ട്രെയിനിൽ തീ പിടിച്ചതായി വരുത്തി തീർക്കുന്നു. ഇത് കണ്ട സ്റ്റേഷൻ വാച്ചർ റെയിൽവേ പോലീസിൽ വിവരം അറിയിക്കുന്നു. അങ്ങനെ മറ്റൊരു കമ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന പോലീസ് പ്രശ്നം നടക്കുന്ന കമ്പാർട്ട്മെന്റിൽ എത്തുന്നു. വില്ലന്മാരിൽ ചിലരെ വെടിവെക്കുന്നു. അവർ പിടിച്ചു വെച്ചിരിക്കുന്ന അഹാന തിരികെ അച്ഛൻ്റെ അടുത്തെത്തുന്നു. പക്ഷെ അപ്പോഴേക്കും വില്ലനായ ഫണി അവരുടെ അടുത്തെത്തുന്നു. അഹാന ബൽദേവ് സിംഗിന് അടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോഴാണ് അത് അവരുടെ മകളാണെന്ന് ഫണി മനസ്സിലാക്കുന്നത്. താൻ പാസഞ്ചറാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് റാത്തോഡിനൊപ്പം ചേർന്നിരുന്ന ഒരുത്തനെ വില്ലന്മാർ പിടികൂടിയതായി കാണിക്കുന്നു. എന്നിട്ട് റാത്തോഡിനെ തല്ലിയിടുന്നു. അപ്പോഴാണ് പാസഞ്ചറായി കൂടെ നിന്നവനും വില്ലന്മാരുടെ ആളാണെന്ന് റാത്തോഡ് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് ഫണി വീരേഷിനോട് ഏറ്റുമുട്ടി അവനെ കൊല്ലുന്നു. അത് കണ്ട റാത്തോഡ് വീണ്ടും പൊരുതി ബെനിയെ കത്തിച്ച് കൊല്ലുന്നു. അവസാനം ഫണിയും റാത്തോഡും ഏറ്റുമുട്ടുന്നു. ഫണി ഒരുപാട് റാത്തോഡിനെ കുത്തിയെങ്കിലും ഒടുവിൽ റാത്തോഡ് ഫണിയെ കൊല്ലുന്നു. ഇതിനകം വിവരമറിഞ്ഞ് പട്ടാളക്കാർ ട്രെയിനിലെത്തുന്നു. വളരെ പരിക്കുകൾ പറ്റിയ കഥാനായകൻ ട്രെയിനിൽ നിന്നിറങ്ങി പ്ലാറ്റ്ഫോമിലെ ഒരു ബെഞ്ചിൽ ഇരിക്കുന്നു. അപ്പോൾ തൂലിക അടുത്തു വരുന്നതായി ഒരു സങ്കല്പം കാണിക്കുന്നു. ഈ കഥയിൽ റാത്തോഡ് മരിച്ചാൽ പ്രേക്ഷകർക്കത് ഉൾക്കൊള്ളാനാവില്ല. അതേസമയം മരിക്കാതിരുന്നാൽ കഥയ്ക്കൊരു പൊരുത്തവും ആകില്ല. അതിനാൽ റാത്തോഡ് മരിച്ചോ മരിച്ചില്ലയോ എന്ന് പ്രേക്ഷകർ തീരുമാനിക്കട്ടെ എന്ന അർത്ഥത്തിൽ സിനിമ അവസാനിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.